നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. UDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം നേതൃത്വ കൺവെൻഷൻ കാസർഗോഡ് നടന്നു. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കിയത് BJPയുടെ രാഷ്ട്രീയ കളിയുടെ ഭാഗമാണെന്ന് രമേശ് ചെന്നിത്തല. കാസർഗോഡ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ തെയ്യത്തിന്റെ അനുഗ്രഹം തേടി LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ. മടിക്കൈ കക്കാട്ട് ശ്രീ അട്ടക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് സ്ഥാനാർത്ഥി എത്തിയത്. കാസർഗോഡ് യുണൈറ്റഡ് മെഡിക്കൽ സെന്ററിൽ പാമ്പുകടി വിഷ ചികിത്സാ കേന്ദ്രം ആരംഭിച്ചു. വെനം കെയർ എന്ന പേരിലാണ് ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ചെന്നൈ മെയിലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 3.25 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. UDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം നേതൃത്വ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം നേതൃത്വ കൺവെൻഷൻ കാസർഗോഡ് നടന്നു. രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള BJPയുടെ രാഷ്ട്രീയ നീക്കമാണിത്. ഈ നിയമം കേരളത്തിൽ വിലപ്പോകില്ല, തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. മതനിരപേക്ഷതയ്ക്ക് എതിരെയുള്ള കടന്നാക്രമണമാണെന്നും BJP രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പോലും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഈ CAA നിയമ ഭേദഗതിയുടെ റൂൾസും അത് വിജ്ഞാപനമായി പുറത്തിറക്കാനുള്ള ഈ നടപടി നമ്മൾ അതീവ ഗൗരവത്തോടെ കാണണം. ഇതിനെ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ വളരെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. അവരുടെ ആശങ്ക അസ്ഥാനത്തല്ല. അത് മുസ്ലിങ്ങൾ മാത്രമല്ല, സിഖുകാരും അതുകൊണ്ട് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലെ ട്രൈബ്സ്, ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾ എല്ലാവർക്കും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു നിയമമാണ് കൊണ്ടുവന്നത്. UDF ജില്ലാ ചെയർമാൻ കല്ലട്ര മാഹിൻ ഹാജി അധ്യക്ഷത വഹിച്ചു. PK ഫൈസൽ, A ഗോവിന്ദൻ നായർ, KP കുഞ്ഞിക്കണ്ണൻ, NA നെല്ലിക്കുന്ന് MLA, ഹക്കിം കുന്നിൽ, ഹരീഷ് B നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥി രാജമോഹൻ ഉണ്ണിത്താൻ നീലേശ്വരം, കാഞ്ഞങ്ങാട്, കാനത്തൂർ, പിലാത്തറ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി വോട്ട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കിയത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ലക്ഷ്യമിട്ടുള്ള BJPയുടെ രാഷ്ട്രീയ കളിയുടെ ഭാഗമാണെന്ന് AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. കാസർഗോഡ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. കേന്ദ്ര ഗവൺമെന്റ് CAA വിജ്ഞാപനം പുറപ്പെടുവിച്ചത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ വിജ്ഞാപനവും ഈ നിയമവും ആദ്യത്തെ നടപടി എന്നുള്ള നിലയിൽ റദ്ദാക്കും. ഇത് രാജ്യത്തിൻ്റെ മതേതര സംവിധാനത്തിന് നേരെയുള്ള ഏറ്റവും വലിയ കടന്നാക്രമണമാണ്. നരേന്ദ്രമോദി, അമിത്ഷായും രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല. കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ എതിർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് രാജ്യത്ത് ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കാനും മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിക്കാനും മാത്രം സഹായിക്കുന്ന ഒരു നടപടിയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനമില്ല, രാജ്യത്തിന് പ്രയോജനമില്ല. ഇതുകൊണ്ട് തമ്മിലടിപ്പിക്കുകയും സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുകയല്ലാതെ മറ്റൊരു പ്രയോജനവും ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ UDF നേരത്തെ എടുത്ത നിലപാട് തന്നെയാണ്. ഇത് തള്ളിക്കളയണമെന്നാണ്, ഇതൊരു കാരണവശാലും നടപ്പാക്കരുതെന്നാണ്. ഞങ്ങൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. കേരള നിയമസഭ ഏകകണ്ഠമായി ഈ നിയമത്തിനെതിരായ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല എന്നാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ തെയ്യത്തിന്റെ അനുഗ്രഹം തേടി കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ. മടിക്കൈ കക്കാട്ട് ശ്രീ അട്ടക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് സ്ഥാനാർത്ഥി എത്തിയത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രം പ്രസിഡന്റ് നാരായണൻ അട്ടക്കാട്ട്,
സെക്രട്ടറി AM രവി, ആഘോഷ കമ്മിറ്റി ചെയർമാൻ BA നാരായണൻ എന്നിവർ ചേർന്ന് ക്ഷേത്രത്തിലെത്തിയ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. ഈ സമയം വിഷ്ണുമൂർത്തിയുടെ തെയ്യക്കോലം കളിയാട്ടരങ്ങിൽ ഉറഞ്ഞാടുന്നുണ്ടായി. അടുത്തെത്തിയ സ്ഥാനാർത്ഥിയോട് തിരക്കില്ലല്ലോ, ചടങ്ങൊന്ന് പൂർത്തിയാകട്ടെ എന്ന് തെയ്യം മൊഴി നൽകി. ഈ സമയം ക്ഷേത്രത്തിൽ തടിച്ചുകൂടിയ ഭക്തരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. ഇതിനിടയിൽ ചടങ്ങ് പൂർത്തിയാക്കിയ വിഷ്ണുമൂർത്തി തെയ്യം അട്ടക്കാട്ടമ്മയുടെ ശ്രീകോവിലിനു മുന്നിലെത്തി MV ബാലകൃഷ്ണന് ദർശനം നൽകി. ദക്ഷിണയായി തെയ്യത്തിന് പണം നൽകി മഞ്ഞൾക്കുറി സ്വീകരിച്ചു. ഭക്തന്മാരുടേതായിരിക്കുന്ന സമക്ഷം കൈയെടുത്ത് ഉന്നതമായിരിക്കുന്ന ഒരു പദവിയെങ്കിലേക്ക് എന്റെ അട്ടക്കാട് നിരക്കുന്ന തളിയാർവട്ടം നിരക്കുന്ന സാകേന ഒന്ന് കൈയെടുത്ത് ഭഗവാന്റേതായിരിക്കുന്ന അനുഗ്രഹം നേട്ടുവാങ്ങണമെന്ന് കരുതി അത് പൂർവാധികം ഭംഗിയോടും അഭിമാനത്തോടും ഐശ്വര്യത്തോടും കൂടി തിളങ്ങിപ്പോരേണ്ടതായിരിക്കുന്ന അനുഭവം ഭഗവാനുണ്ടാക്കി ക്ഷേത്രത്തിൽ ആയ്യാറ് വാക്കുകളെ കൊണ്ട് മുഹൂർത്തത്തെ പുറത്തുന്നില്ല, മൊഴികളെ കൊണ്ടാവുന്നില്ല, അനുഭവത്തിലാവും. സന്തോഷം തന്നെ ഏവർക്കും എല്ലാവർക്കും ഐശ്വര്യത്തോടെ പ്രാർത്ഥിച്ചിട്ടാണ്. പിന്നീട് തെയ്യം കോലധാരികളെയും കണ്ട് വോട്ടഭ്യർത്ഥിച്ച ശേഷമാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. LDF നേതാക്കളായ C പ്രഭാകരൻ, B പ്രകാശൻ, VK രാജൻ, M രാജൻ, B ബാലൻ, രഞ്ജിത്ത്, അനിൽ ബംഗളം എന്നിവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെങ്ങറ ഭൂസമര പാക്കേജ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങി ആക്ഷൻ സമിതി. ഇതിന്റെ ഭാഗമായി പെരിയ വില്ലേജ് ഓഫീസ് പടിക്കൽ ബുധനാഴ്ച ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെങ്ങറ ഭൂസമര പാക്കേജിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് ജില്ലയിലെ പെരിയയിലെ 166.42 ഏക്കർ ഭൂമി അളന്ന് അർഹതയുള്ളവർക്ക് പതിച്ചു നൽകണമെന്ന് ഉത്തരവുണ്ട്. കേരള ചീഫ് സെക്രട്ടറിയുടെ ഈ ഉത്തരവ് നടത്തിത്തരാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. പെരിയ വില്ലേജ് ഓഫീസ് പടിക്കൽ ബുധനാഴ്ച സൂചനാ സമരം നടത്തുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ 166 ഏക്കർ ഭൂമി നാളിതുവരെ ഈ 166 ഞങ്ങളുടെ കരവടച്ച രസീതിൽ പറയുന്ന സർവേ നമ്പറിലുള്ള ഭൂമി നാളിതുവരെ കാണിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന യാതൊരു രേഖയും ഇല്ലാത്ത പ്ലാന്റേഷൻ കോർപ്പറേറ്റ് ഓർഡറാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പറയുന്നത് രേഖയില്ലാത്ത ഭൂമിക്ക് കൈവശം തരാൻ സാധ്യമല്ല. അപ്പം ഞങ്ങൾ ഈ 14 വർഷം താമസിച്ചത് യാതൊരു രേഖയും ഇല്ലാത്ത ഭൂമിയാണ്. അപ്പം ഞങ്ങൾക്ക് കിട്ടേണ്ട ഭൂമി ഈ പെരിയ വില്ലേജിൽ 341/1 166 ഏക്കർ ഭൂമിയിൽ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഉത്തരവ് 166 ഏക്കർ ഭൂമിയിൽ അർഹതയുള്ള ആളുകൾക്ക് 50 സെൻറ്റ് ഭൂമി അളന്നു കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയുടെ 19/9/2022 ഉത്തരവ്. 2 ഡിമാൻഡ്. ഒന്ന്, ഭൂമി അളന്നു തരിക, ഈ മൊത്തം ഭൂമിയുടെയും നെയിം ബോർഡ് സ്ഥാപിക്കണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. വാർത്താ സമ്മേളനത്തിൽ സമരസമിതി ഭാരവാഹികളായ തങ്കപ്പൻ, VC മണിയൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് യുണൈറ്റഡ് മെഡിക്കൽ സെന്ററിൽ വെനം കെയർ എന്ന പേരിൽ പാമ്പുകടി വിഷചികിത്സാ കേന്ദ്രം ആരംഭിച്ചു. രോഗികളുടെ ആരോഗ്യം, സമഗ്ര പരിചരണം, ഡിജിറ്റൽ ഏകീകരണം എന്നിവയിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായാണ് ചികിത്സാ കേന്ദ്രം ആരംഭിച്ചത്. പാമ്പുകടിയേറ്റാൽ ഉണ്ടാകുന്ന എല്ലാവിധ പ്രതിരോധ അടിയന്തര ചികിത്സകളും സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിഷചികിത്സ, ടോക്സിക്കോളജി യൂണിറ്റ്, ICU, ഡയാലിസിസ്, എല്ലാവിധ മരുന്നുകളും ലഭ്യമായ സർവ്വസജ്ജമായ യൂണിറ്റാണ് വെനം കെയർ. വെബ്സൈറ്റ് സൗകര്യം ലഭ്യമാക്കുന്നതാണെന്നും വെബ്സൈറ്റിന് ചുറ്റും കാസർഗോഡ് കേന്ദ്രീകരിച്ച് ഡിജിറ്റൽ ഹെൽത്ത് കെയർ ഇക്കോസിസ്റ്റം വികസിപ്പിക്കാൻ പദ്ധതിയിടുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. എമർജൻസി സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ഷിഫാറിനൊപ്പം ഡോക്ടർ വിക്രം ഇർണിറായ, ഡോക്ടർ ആശിഷ് ജോർജ്, ഡോക്ടർ ഷെമ S ഹെഗ്ഡെ, ഡോക്ടർ ധനഞ്ജയ ഭട്ട് എന്നീ പ്രഗത്ഭ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ഇവിടെ നമുക്ക് വിഷം തീണ്ടിയിട്ടും പാമ്പ് കടിയിട്ടൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഈ ഒരു ജില്ലയിൽ ഇപ്പോഴും നമുക്കതിന് വേണ്ടതായിട്ടുള്ള തക്കതായിട്ടുള്ള ചികിത്സ കൊടുക്കുന്ന ഒരു അഡ്വാൻസ് ആയിട്ടുള്ള സെൻറ്റർ ഇല്ല. അപ്പോൾ ഞങ്ങൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ ഏറ്റവും അത്യാധുനികമായിട്ട് ICU സൗകര്യങ്ങൾ, ഡയാലിസിസ് സൗകര്യങ്ങൾ, പാമ്പ് വിഷമേറ്റാലുള്ള അതിൻ്റെ ആൻറ്റി വെനം, മറ്റ് വേറെ എന്തെങ്കിലും വിഷം വന്നു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ആൻറ്റിഡോട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാമായിട്ട് സജ്ജമായിട്ടുള്ള യൂണിറ്റ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. കാരണം
വിഷം ഏൽക്കുക, അതുപോലെ തന്നെ പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ഓരോ സെക്കൻഡും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ആ സമയത്ത് പരിയാരത്തേക്കോ മംഗലാപുരത്തേക്കോ ഓടി നമുക്ക് വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അതിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു യൂണിറ്റ് സജ്ജമായിട്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ എല്ലാ രീതിയിലുള്ള എനി പോയ്സണിങ്, ഏത് പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാലുള്ള അപകടങ്ങൾക്ക് ഞങ്ങൾ റെഡിയാണ്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഹാഷിം അഞ്ചുവാൻ്റകത്ത്, ഡോക്ടർ ഷിഫാർ, ഡോക്ടർ ധനഞ്ജയ ഭട്ട്, ടി ദാമോദരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെന്നൈ മെയിലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 3.25 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് ട്രെയിനിൽ നിന്നും ഉടമസ്ഥനില്ലാത്ത കഞ്ചാവ് പിടികൂടിയത്. മംഗലാപുരത്തേക്ക് പോകുന്ന ചെന്നൈയിൽ മെയിൽ കാസർഗോഡ് എത്തിയപ്പോഴായിരുന്നു പരിശോധന നടത്തിയത്. എക്സൈസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും റെയിൽവേ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഉപേക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണക്കിൽപ്പെടാത്ത പണം പ്രചാരണത്തിന് എത്തുന്നുണ്ടെന്ന വിവരത്തെ അടിസ്ഥാനമാക്കിയാണ് ട്രെയിനുകളിൽ പരിശോധന കർശനമാക്കിയത്. ഇതിനിടയിൽ കാസർഗോഡ് നിർത്തിയിട്ടിരുന്ന ചെന്നൈ മെയിലിന്റെ ജനറൽ കോച്ചിൽ പരിശോധന നടത്തിയ എക്സൈസിനും പോലീസിനും കഞ്ചാവ് ലഭിക്കുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും നിലവിൽ കഞ്ചാവ് കൊണ്ടുവന്നയാളെ സംബന്ധിച്ച് വിവരം ഇല്ലാത്തതിനാൽ ആരെയും പ്രതി ചേർത്തിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് തൃക്കരിപ്പൂരിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനാണ് കൺവെൻഷൻ നടത്തിയത്. പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ UDF മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും ഭരണകർത്താക്കൾ ജനങ്ങളെ കൊള്ളയടിക്കുന്നവരായി മാറിയെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ആരോപിച്ചു. കേരളത്തിലെ ഈ സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ നെറുകേടുകൾക്കെതിരെ പ്രതികരിക്കാൻ കഴിയാതെ മനസ്സിൽ അമർത്തി നിൽക്കുന്ന പ്രതിഷേധാഗ്നിയുടെ ഒരു പ്രതീകമാണ് യഥാർത്ഥത്തിൽ ശ്രീ അജയ്കുമാർ തോമസ്. അത് കേരളത്തിൽ എല്ലായിടത്തുമുണ്ട്. അത് പുറത്തറിയിക്കാനുള്ള ആവേശത്തോടു കൂടിയാണ് അജയ്കുമാർ രംഗത്തേക്ക് വന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ശ്രീ മാധവേട്ടന്റെ ആത്മകഥയിലെ പരാമർശങ്ങൾ എടുത്തുകൊണ്ട് പ്രസംഗിച്ചത് ഹൃദയസ്പൃക്കായ എത്ര മനോഹരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. നല്ല രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഏത് ചെകുത്താനെയും പിടിച്ച് കോൺഗ്രസിനെ താഴെയിറക്കും എന്ന EMS നമ്പൂതിരിപ്പാടിന്റെ ഒരു വാചകം. ആ വാചകമാണ് അറം പറ്റിയ വാക്ക് പോലെ ഈ രാജ്യത്തിനകത്ത് ഈ ഫാസിസം ഇത്രമാത്രം ഭീകരമായി ബീഭത്സമായി വളരാനുള്ള കാരണം യഥാർത്ഥത്തിൽ. BV അബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു. P കുഞ്ഞിക്കണ്ണൻ, സത്താർ വടക്കുംപാട്, VK ബാവ, EM ആനന്ദവല്ലി, KV വിജയൻ, NKP മുഹമ്മദ് കുഞ്ഞി, K ശ്രീധരൻ, PV ഗോപാലൻ, അഡ്വക്കേറ്റ് MTP കരീം, TS നജീബ്, PPP റഷീദ്, TP അഹമ്മദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. TP അഹമ്മദ് ഹാജി ചെയർമാനും M രജീഷ് ബാബു കൺവീനറുമായി 501 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഉത്തരേന്ത്യ അല്ല ദക്ഷിണേന്ത്യയാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുകയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കാസർഗോഡ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് വെച്ചാണ് നടന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇതിലുള്ള കാര്യങ്ങൾ തന്നെ പരിശോധിച്ചാൽ 5 കൊല്ലം മതിയാവുമോ എന്നാണ് എനിക്ക് സംശയം. അത്രയും വളരെ സമയബന്ധിതമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അതിനുള്ള അംഗീകാരം ആ ഒരു ധൈര്യത്തോടെയാണ്, ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം കാസർഗോഡ് ജനങ്ങളുടെ മുമ്പിൽ അണിനിരന്നിട്ടുണ്ട്. സപ്തഭാഷാ സംഗമഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാസർഗോഡ് അത്രയും സംസ്കാരങ്ങൾ ഇവിടെ ഉണ്ടെന്നുണ്ട്. ഒരു ഭാഷ കേവലം സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല ഒരു ഭാഷ പ്രതിനിധാനം ചെയ്യുന്നത്. ഒരു ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള സംസ്കാരം ഏതൊരു ഭാഷക്കുണ്ടാവും. UDF ജില്ലാ ചെയർമാൻ കലട്ര മാഹിൻ ഹാജി അധ്യക്ഷത വഹിച്ചു. AICC ജനറൽ സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA, മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി,
RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ, MLA-മാരായ NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, PK ഫൈസൽ, A ഗോവിന്ദൻ നായർ, സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ, A അബ്ദുൾ റഹ്മാൻ, കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KT അബ്ദുള്ള, പ്രൊഫസർ അജയ് കുമാർ കോടോത്ത്, മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ സോഡി സെബാസ്റ്റ്യൻ, 14 അബ്ദുറഹ്മാൻ, ബാലകൃഷ്ണൻ പെരിയ, K നീലകണ്ഠൻ, M ഹസൈനാൻ, ഹക്കീം കുന്നിൽ, BM ജമാൽ, ജെറ്റോ ജോസഫ്, ബഷീർ വെള്ളിക്കോത്ത്, ഹരീഷ് B നമ്പ്യാർ, V കമാരൻ, നാഷണൽ അബ്ദുള്ള, സൈമൺ അലക്സ്, കരിമ്പിൽ കൃഷ്ണൻ, PV സുരേഷ്, TCA റഹ്മാൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 2 റോഡുകൾ നാടിന് സമർപ്പിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ഉദ്ഘാടനം നിർവഹിച്ചു. തൊട്ടേത്തുടി ബുദ്രിയാശ്രീ മലരായ ബന്ധ ദേവസ്ഥാൻ റോഡ്, കെടൂർ കല്ലകട്ടെ അമ്മേനാട് റോഡുകളാണ് നാടിന് സമർപ്പിച്ചത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് ഹനീഫ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ KV രാധാകൃഷ്ണ ഭട്ട് സ്വാഗതവും പറഞ്ഞു. തുടർന്ന് മൃത്യുഞ്ജയ യുവക വൃദ്ധ കല്ലഗഡ്ഡെ കെട്ടിടത്തിൽ അനുമോദന പരിപാടി നടന്നു. പ്രദേശത്തെ അമ്മമാരും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അപകടങ്ങൾ ഒഴിവാക്കാനായി പരിഹാര നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി സംയുക്തമായി പരിശോധന നടത്തി. തൃക്കരിപ്പൂർ തങ്കയും ചൊവ്വേരി മുക്കിലായിരുന്നു പരിശോധന. കാലിക്കടവ് ഭാഗത്തു നിന്നും തൃക്കരിപ്പൂർ ടൗണിലേക്ക് വരുന്ന ബസ്സുകൾ പഴയ ഖാദി നൂൽനൂൽപ്പ് കേന്ദ്രത്തിന് സമീപം നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യണം. 3 ഭാഗത്തു നിന്നും വാഹനങ്ങൾ വന്നു ചേരുന്ന ജംഗ്ഷനിലാണ് ഇപ്പോൾ ബസ്സുകൾ ആളുകളെ ഇറക്കി കയറ്റുന്നത്. ഇതുമൂലം അപകട സാധ്യത കൂടുതലാണെന്നാണ് വിലയിരുത്തൽ. ഇതിനു പുറമെ കാലിക്കടവ് തൃക്കരിപ്പൂർ റോഡിലും ചൊവ്വേരി തങ്കയം ബൈപ്പാസ് റോഡിലും വേഗത നിയന്ത്രണ ഉപാധികൾ സ്ഥാപിക്കും. മാർച്ച് 20-നകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുതിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ പറഞ്ഞു. ബസ് തൽക്കാലം നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി 2 ഭാഗത്തേക്ക് ഗതാഗതത്തിൻ്റെ അപകടം ഒഴിവാക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ ഈ ഒത്തുകൂടലിൻ്റെ ഉദ്ദേശം. സംയുക്ത പരിശോധനയ്ക്ക് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ T ചന്ദ്രകുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ M പ്രവീൺകുമാർ, തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, പഞ്ചായത്ത് അംഗങ്ങളായ M രജീഷ് ബാബു, ഫായിസ് ബീറിച്ചേരി, പൊതുമരാമത്ത് വകുപ്പ് നീലേശ്വരം റോഡ്സ് അസിസ്റ്റന്റ് എഞ്ചിനീയർ C ബിജു, ഓവർസിയർ വിക്ടോറിയ, ചന്ദേര SI-മാരായ PG സാജൻ, C മനോജി എന്നിവർ നേതൃത്വം നൽകി. ഈ വർഷം ജനുവരിയിൽ മാത്രം ഉണ്ടായ വാഹനാപകടങ്ങളിൽ 4 ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. ഉർമിസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വയോധികരായ ഗുരുനാഥന്മാർക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുക്കിയ ആദരവ് വേറിട്ട അനുഭവമായി മാറി. 50 വർഷം മുമ്പ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ 10ാം തരത്തിൽ പഠിച്ചവരാണ് ആദരവ് ഒരുക്കിയത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1974-75 ബാച്ചിന്റെ സംഗമത്തിലാണ് വയോധികരായ ഗുരുനാഥന്മാർക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ ആദരവ് ഒരുക്കിയത്. നടക്കാവ് മിഥിലജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വേറിട്ട അനുഭവമായി മാറി. അന്നത്തെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പഠിപ്പിച്ച കാലത്തെ അനുഭവങ്ങൾ അധ്യാപകർ പങ്കുവച്ചു. 5 പതിറ്റാണ്ട് മുമ്പ് പഠനത്തിൽ മിടുക്കരായ പല വിദ്യാർത്ഥികളും പിൽക്കാലത്ത് പ്രകടിപ്പിക്കുന്ന സൗഹൃദത്തെക്കാൾ മികച്ച നിലയിൽ ഇടപെടാൻ പഠന നിലവാരത്തിൽ പിന്നോക്കരായവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് അനുഭവങ്ങൾ നിരത്തി അധ്യാപകർ പറഞ്ഞു. ഈ പറഞ്ഞ രണ്ടാമത്തെ കാര്യമൊന്നുമല്ലോ, ഒന്നും പഠിക്കാത്തവരും കുരുത്തക്കെട്ടവരും അവരാണ് നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നതായി കാണുന്നത്. ബസ്സിൽ കയറുന്ന അവസരത്തിൽ ഏറ്റവും മിടുക്കന്മാരുണ്ടല്ല, ചിലപ്പോൾ ഉറക്കം നടിക്കുന്നുണ്ടാവും, ചിലപ്പോൾ പേപ്പർ കൊണ്ട് മുഖം വരച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം ഉണ്ടല്ല, അവർ ചിലപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാകും. നമ്മൾ മാഷെ ടിക്കറ്റ് എടുത്തു, മാഷ് ടിക്കറ്റ് എടുത്തു, അപ്പോഴത്തേക്ക് ഓനുണ്ടാകും ടിക്കറ്റ് എടുത്തിട്ടുണ്ടാകും. ഓന് നിർബന്ധിച്ച് നമ്മളാടെ ഓൻ എണീറ്റ് പിടിച്ചിരുത്തും. സംഗമത്തിന്റെ ഭാഗമായി അധ്യാപകരായ V ഉണ്ണികൃഷ്ണൻ, PP കുഞ്ഞിരാമൻ, KV ഗോപിനാഥൻ, PV കുഞ്ഞിക്കണ്ണൻ, KV മുകുന്ദൻ, M കുമാരൻ എന്നിവരെ ആദരിച്ചു. SSLC ബാച്ച് അംഗങ്ങളായ ഗുരുപൂജ അവാർഡ് നേടിയ പാവൂർ ശ്രീകണ്ഠൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ സംസ്ഥാന തലത്തിൽ സ്വർണ്ണ മെഡലും ബ്ലോക്ക് പഞ്ചായത്ത് കർഷകശ്രീ അവാർഡും നേടിയ എടാട്ടുമ്മൽ KV മുകുന്ദൻ എന്നിവരെ അനുമോദിച്ചു.
കൂട്ടായ്മയായ സ്നേഹക്കൂടിന്റെ പ്രസിഡന്റ് MTP അബ്ദുൾ ജലീൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി C മധുസൂദനൻ, EV ദാമോദരൻ, M നാരായണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ആചാരപ്പെരുമയുടെ പൂക്കാർ സംഘം മഞ്ഞടുക്കം കോവിലകം തുളൂർ വനത്തെ ഭഗവതി ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. കിഴക്കുംകര ഇളയടത്ത് കുതിര് പുള്ളിക്കരിങ്കാളി അമ്മ ദേവസ്ഥാനത്ത് നിന്നും ആചാരക്കാരും ബാല്യക്കാരും അടങ്ങിയ സംഘം പരമ്പരാഗത നാട്ടുപാതയിലൂടെ കാൽനടയായി സഞ്ചരിച്ചാണ് മഞ്ഞടുക്കം കോവിലകം തുളൂർ വനത്തെ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. കിഴക്കൂലോം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പാണത്തൂർ മഞ്ഞടുക്കം തുളുർവനത്ത ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന് തലയിൽ പൂക്കൊട്ടയുമേന്തി പൂക്കാർ സംഘം പുറപ്പെട്ടു. ഇളയിടത്ത് കുതിരെന്നറിയപ്പെടുന്ന കാഞ്ഞങ്ങാട് കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് നിന്നുമാണ് ആചാരപ്പെരുമയോടെ പൂക്കാർ സംഘം പുറപ്പെട്ടത്. ഇളയിടത്ത് കുതിരിൽ നിന്നും കൊണ്ടുവരുന്ന പൂക്കൊട്ടയിൽ മുന്നായൂരീശ്വരനെ കുടിയിരുത്തി മഞ്ഞടുക്കം കോവിലകത്തേക്ക് എഴുന്നള്ളിക്കുന്നുവെന്നാണ് വിശ്വാസം. ആചാര അനുഷ്ഠാനങ്ങളും വിശ്വാസവും പാരമ്പര്യത്തിലധിഷ്ഠിതവുമായ പൂക്കാർ പുകൽ ചടങ്ങിൽ പച്ചയോല കൊണ്ട് മെടഞ്ഞ കൊട്ടയിൽ ചെക്കിപ്പൂവ് നിറച്ച് പ്രത്യേകം നിയോഗിക്കപ്പെട്ട ബാല്യക്കാരൻ തലയിലേന്തി ആചാരക്കാരും ബാല്യക്കാരും അടങ്ങിയ സംഘം 45ഓളം കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് പൂക്കാർ സംഘം തുളുർവനത്തെത്തിയത്. ദീപാരാധനയ്ക്ക് ശേഷം പുറപ്പെട്ട സംഘം ഗോത്രസ്മൃതികൾ ഉണർത്തിക്കൊണ്ട് പരമ്പരാഗത പാതയിലൂടെ സഞ്ചരിച്ച് അർദ്ധരാത്രിയോടുകൂടി കളാർത്താനത്തിങ്കാൽ തറവാട്ടിലെത്തി വിശ്രമിച്ചു. പാണത്തൂർ കാട്ടൂർ തറവാട്ടിലെത്തിയ പൂക്കാർ സംഘത്തെ തറവാട്ടമ്മ വിളക്കും താലവുമേന്തി എതിരേറ്റു. തുടർന്ന് അവിടെ നിന്നും പുറപ്പെട്ട പൂക്കാർ സംഘം സന്ധ്യയോടെയാണ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. ചെക്കിപ്പൂവ് കലശത്തട്ട് അലങ്കരിക്കുന്നതിനും മറ്റനുഷ്ഠാനങ്ങൾക്കും ഉപയോഗിക്കും. ഉത്സവം കഴിയുന്നതുവരെ അവിടെ തങ്ങുന്ന പൂക്കാർ സംഘം മാർച്ച് 17-ന് കിഴക്കുംകരയിൽ തിരിച്ചെത്തും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദുബായ് KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പ്രവർത്തനോദ്ഘാടനം NA നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. ദുബായ് അബുഹ KMCC PA ഇബ്രാഹിം ഹാജി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. സ്വന്തം സുഖവും സന്തോഷവും മറ്റുള്ളവർക്കായി ത്യജിക്കുന്ന വലിയ മനസ്സിന്റെ ഉടമകളാണ് KMCC പ്രവർത്തകരെന്ന് NA നെല്ലിക്കുന്ന് MLA അഭിപ്രായപ്പെട്ടു. ഏത് പ്രവൃത്തി ഏറ്റെടുത്താലും ആ പ്രവൃത്തി എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, ആ കാലാവധിക്കുള്ളിൽ എന്തൊക്കെ ചെയ്തു തീർക്കണം എന്ന് ഒരു ലക്ഷ്യം ആദ്യം തന്നെ ഉണ്ടാവുക ഏറ്റവും നല്ലതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സലാം കന്യപ്പാടി, ജനറൽ സെക്രട്ടറി അനീഫ് TR, ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ, സഹഭാരവാഹികളായ ഫൈസൽ മുഹസിൻ, നൂറുദ്ദീൻ ആറാട്ടുകടവ്, സുബൈർ അബ്ദുള്ള, സിദ്ദിഖ് ചൌക്കി, ഹസൈനാർ ബീജന്തടുക്ക എന്നിവർക്ക് സ്വീകരണവും നൽകി. പ്രവാസ ലോകത്ത് അരനൂറ്റാണ്ട് പൂർത്തീകരിച്ച EB അഹമ്മദിന് സ്നേഹാദരവും നൽകി. പ്രസിഡന്റ് ഫൈസൽ പട്ടേൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഹസ്കർ ചൂരി സ്വാഗതം പറഞ്ഞു. UAE KMCC ഉപദേശക സമിതി വൈസ് ചെയർമാൻ യഹ്യ തളങ്കര മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ട്രഷറർ ഉപ്പി കല്ലങ്കൈ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 100ാം വാർഷികത്തിന്റെ നിറവിൽ പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷത്തിന്റെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ 100ാം വാർഷികാഘോഷത്തിന്റെ നിറവിൽ. 100ാം വാർഷികാഘോഷം നാടിന്റെ ഉത്സവമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. സംഘാടക സമിതി രൂപീകരണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം TV കരിയൻ അധ്യക്ഷനായി. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രേഖ, ചന്ദ്രൻ കരിച്ചേരി, MV നാരായണൻ, P പ്രീതി, A ഷീബ, ഷാജി എടമുണ്ട, K ബാബു, MV രവീന്ദ്രൻ, നിഷ കൊടവലം എന്നിവർ സംസാരിച്ചു. 501 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദനെ ചെയർമാനായും പഞ്ചായത്ത് അംഗം TV കരിയനെ വർക്കിംഗ് ചെയർമാനായും സ്കൂൾ പ്രധാനാധ്യാപകൻ VV പ്രഭാകരനെ ജനറൽ കൺവീനറായും തെരഞ്ഞെടുത്തു. വിവിധ സബ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ക്ഷീരസംഘങ്ങൾക്കും സംഘം ജീവനക്കാർക്കും ഗ്രാന്റ് വിതരണം ചെയ്ത് മിൽമ. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടത്തിയ ചടങ്ങ് മിൽമ ചെയർമാൻ KS മണി ഉദ്ഘാടനം ചെയ്തു. മിൽമ ക്ഷീരസംഘങ്ങൾക്കും സംഘം ജീവനക്കാർക്കുമുള്ള ഗ്രാന്റ് വിതരണം ചെയ്തു.
കാസർഗോഡ് ജില്ലയിലെ 147 സംഘങ്ങൾക്ക് പ്രവർത്തന ഫണ്ടായി 16,26,901 രൂപയും സംഘം ജീവനക്കാർക്കുള്ള ഗ്രാന്റായി 21,14,654 രൂപയും കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ വിതരണം ചെയ്തു. മിൽമ ചെയർമാൻ KS മണി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മലബാർ മിൽമ മാനേജിംഗ് ഡയറക്ടർ KC ജെയിംസ് പദ്ധതി വിശദീകരണം നടത്തി. മിൽമ ഡയറക്ടർ PP നാരായണൻ അധ്യക്ഷത വഹിച്ചു. മലബാർ മേഖലാ യൂണിയൻ ഡയറക്ടർ K സുധാകരൻ സ്വാഗതവും ജില്ലാ P&I യൂണിറ്റ് മേധാവി PM ഷാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൗരത്വ നിയമ ഭേദഗതി രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നതിനു പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് പല കോണുകളിൽ നിന്നായി ഉയരുന്നത്. കാസർഗോഡ് നഗരത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകരും ഫ്രറ്റേണിറ്റി വെൽഫെയർ പാർട്ടി പ്രവർത്തകരും പ്രകടനം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം നേതൃത്വ കൺവെൻഷൻ കാസർഗോഡ് നടന്നു. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കിയത് BJPയുടെ രാഷ്ട്രീയ കളിയുടെ ഭാഗമാണെന്ന് രമേശ് ചെന്നിത്തല. കാസർഗോഡ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ തെയ്യത്തിന്റെ അനുഗ്രഹം തേടി LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ. മടിക്കൈ കക്കാട്ട് ശ്രീ അട്ടക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് സ്ഥാനാർത്ഥി എത്തിയത്. കാസർഗോഡ് യുണൈറ്റഡ് മെഡിക്കൽ സെന്ററിൽ പാമ്പുകടി വിഷ ചികിത്സാ കേന്ദ്രം ആരംഭിച്ചു. വെനം കെയർ എന്ന പേരിലാണ് ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ചെന്നൈ മെയിലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 3.25 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.